ഹലോ, സിത്താരെ സെമീൻ പർ, അമീർ ഖാൻ്റെ സിത്താരെ സെമീൻ പർ. ഇത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കഥയാണ്. താരെ സെമീൻ പർ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയും അതിനെ ശരിയായ ട്രീറ്റ്മെൻറ്റ് നൽകി ശരിയായ രീതിയിൽ അതിനോട് പെരുമാറി അതിനെ ഒരു ജീവിതത്തിലെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ ഇത് പിന്നെ ഡൗൺ സിൻഡ്രോമും ഓട്ടിസമൊക്കെയുള്ള കുട്ടികളെ ബാസ്ക്കറ്റ്ബോൾ പരിശീലിപ്പിക്കുന്നതും അവരെ അതിൻ്റേതായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതുമാണ് ഇതിൻ്റെ കഥ. ഇതിൽ അമീർ ഖാനാണ് ബാസ്ക്കറ്റ്ബോൾ കോച്ചായിട്ട് വരുന്നത്. പുള്ളി നേരത്തെ സാധാരണ പിള്ളേരുടെ കോച്ചായിരുന്നു. പക്ഷേ ഹെഡ് കോച്ചിനെ തല്ലിയതിനെ തുടർന്ന് സസ്പെൻഷനിലായപ്പോൾ കോർട്ട് പുള്ളിക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഈ പിള്ളേരെ 3 മാസത്തേക്ക് പരിശീലിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും പുള്ളി ഇതിലാദ്യം വളരെയധികം പരാജയമായിരുന്നു. ഈ കുട്ടികളുടെ കരുതേണ്ട രീതിയും ഒന്നും പുള്ളിക്ക് വലിയ വശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാജ്വലി പുള്ളി അതിനോട് യോജിക്കുന്നതും ശരിയായ ഒരു ട്രാക്കിലേക്ക് വരുന്നതുമാണ് കഥ. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ മൂമെൻറ്റ്സാണ്, കുട്ടികളുടെ ഓരോ ബുദ്ധിമുട്ടുകളും അത് അമീർ ഖാൻ തരണം ചെയ്യുന്നതും ആദ്യം പുള്ളിക്ക് അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന മാതാപിതാക്കളെയും അവരുടെ ടീച്ചേഴ്സൊക്കെയാണ് ഈ ഭൂമിയിലെ മാലാഖമാർ. നമ്മളവരെ സമ്മതിച്ച് തീരും. നമ്മൾ സാധാരണ പിള്ളേരെ തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ക്ഷമയോടെ കൂടി അവരെ പരിപാലിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ ശരിയായ ഒരു ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന മാതാപിതാക്കളെയൊക്കെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അതേസമയം തന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾക്കും അതിൻ്റേതായ ഒരു ട്രെയിനിങ് ഇങ്ങനെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കിട്ടണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മൾ ക്ഷമയും ഇതൊക്കെ നമ്മൾ പരിശീലിക്കുക തന്നെ വേണം. ഇതിൽ അമീർ ഖാനും ഒരു സ്വന്തമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താ പറയുക, ബാല്യകാലത്തിലുണ്ടാകുന്ന ചില ട്രോമകൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുങ്ങളെ പരിശീലിപ്പിക്കുന്നത് മൂലം പുള്ളിക്കും അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങൾ പുള്ളിയുടെ ജീവിതത്തിൽ വരുന്നതാണ് കാണിക്കുന്നത്. പുള്ളിക്ക് ഇങ്ങനെ കുറേ പേടികളും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതും പുള്ളി ഇതിൽ അവസാനം പരിഹരിച്ച് പുള്ളിയും ഒരു ട്രാക്കിലെത്തുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പിന്നെ ഇതിൽ വിജയം പരാജയം എന്നല്ല, ഈ കുട്ടികൾ ഓരോ സംഭവങ്ങളും ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. വിജയമായാലും പരാജയമായാലും അതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അമീർ ഖാൻ്റെ പേരായിട്ട് വരുന്നത് ജെനിലിയാണ്. അവരുടേതായ കുറേ സീൻസും ഉണ്ട്. അതൊക്കെ എനിക്ക് ഇച്ചിരി ഒരു ആവശ്യത്തിലധികം ആയെന്നൊരു തോന്നലാണുള്ളത്. പൊതുവെ നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണിത്. നന്നായിട്ട് നല്ല രസകരമായിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരത് ചെയ്തിട്ടുമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.